ഒമാനിൽ വിസ കാലാവധി കഴിഞ്ഞവർക്ക് പിഴ കൂടാതെ രാജ്യം വിടാനോ രേഖകൾ ശരിയാക്കാനോ ഉള്ള ആനുകൂല്യം ഡിസംബർ 31 അവസാനിക്കുമെന്ന് ആർഒപി അറിയിച്ചു. വിസ കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് തങ്ങുന്നവർ ആനുകൂല്യം ഉപയോഗപ്പെടുത്തണമെന്നും ആർഒപി നിർദ്ദേശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി മസ്കറ്റിൽ നിന്ന് അലി കൂട്ടായി ചേരുന്നുണ്ട്. അലി, വിസ വിഷയത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്? എന്തൊക്കെയാണ് സ്വദേശികളും പ്രവാസികളായുള്ളവരും ശ്രദ്ധിക്കേണ്ടത്? ധന്യ, പ്രധാനമായും പ്രവാസികൾക്കുള്ള ഒരു ആനുകൂല്യമാണ് ആർഒപി, അതായത് റോയൽ ഒമാൻ പോലീസ് തൊഴിൽ മന്ത്രാലയവുമായി ഏകോപിപ്പിച്ച് കഴിഞ്ഞ ഫെബ്രുവരി മാസമാണ് ഇത് പുറപ്പെടുവിച്ചത്. ജൂലൈ 31 മുൻപ് വരെയായിരുന്നു ഇതിൻ്റെ ഒരു ആനുകൂല്യം പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ ഡിസംബർ 31 വീണ്ടും നീട്ടുകയായിരുന്നു. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ, രാജ്യത്ത് അനധികൃതമായി തങ്ങുന്നവർക്ക് രാജ്യം വിടാനുള്ള അല്ലെങ്കിൽ പിഴ കൂടാതെ രാജ്യം വിടാനുള്ള അവസരം ഒരുക്കുക എന്നതാണ് റോയൽ ഒമാൻ പോലീസും തൊഴിൽ മന്ത്രാലയവും ഇതിലൂടെ ലക്ഷ്യമിട്ടത്. ഇതിൽ തന്നെ വിസിറ്റിംഗ് വിസയിൽ വന്നവർ, അതുപോലെ തന്നെ ടൂറിസ്റ്റ് വിസയിൽ വന്നവർ, നിരവധി ആളുകൾ, പ്രവാസികളടക്കമുള്ള ആളുകൾ, വിവിധ ജോലികൾ ചെയ്യുന്നവരുണ്ട്. അവർക്കെല്ലാം പിഴ കൂടാതെ രാജ്യം വിടാനുള്ള അവസരമാണ് റോയൽ ഒമാൻ പോലീസ് തുറന്നിട്ടത്. ഇതിൽ തന്നെ ജോബ് വിസ, അതായത് വിസയിൽ തൊഴിൽ വിസയിൽ ഇവിടെ ഉള്ളവർ പോലും വിസ പുതുക്കാനാവാതെ അല്ലെങ്കിൽ അവരുടെ കമ്പനികൾ പുതുക്കി നൽകാത്ത ഒരു അവസ്ഥയുണ്ട്. ഇങ്ങനെയുള്ളവർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും പിഴ കൂടാതെ രാജ്യം വിടാനോ മറ്റു ജോലികളിലേക്ക് മാറാനോ ഉള്ള അവസരം കൂടിയാണ് ഈ ഡിസംബർ 31 വരെയുള്ള ഗ്രേസ് പീരീഡിൽ റോയൽ ഒമാൻ പോലീസ് അനുവദിച്ച് നൽകിയത്. ഈ ജോബ് വിസയിലുള്ളവർക്ക് 3 വിധത്തിലാണ് ഇതിന്റെ പ്രയോജനം ലഭ്യമാവുക. അതായത് ഒരു കമ്പനിയിൽ ഒരാൾ ജോലി ചെയ്യുകയാണെങ്കിൽ ആ കമ്പനി അയാളുടെ ജോബ് വിസ പുതുക്കി നൽകുകയാണെങ്കിൽ അതിൽ തന്നെ അയാൾക്ക് തുടരാം. അല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ജോലിയിലേക്ക് അയാൾക്ക് മാറാം. അല്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ മറ്റൊരു ജോലിയിലേക്ക് മാറുന്നില്ല, അതുപോലെ തന്നെ നിലവിലുള്ള കമ്പനി അയാൾക്ക് ജോബ് അല്ലെങ്കിൽ വിസ പുതുക്കി നൽകുന്നില്ല എങ്കിൽ പിഴ കൂടാതെ അയാൾക്ക് രാജ്യം വിടാനുള്ള അവസരവും ഉണ്ട്. ഇതിൽ തന്നെ ഈ റെസിഡൻസ് കാർഡ് പുതുക്കാത്തവർക്കും അതുവരെയുള്ള പിഴ കൂടി ഒഴിവാക്കി കൊടുക്കുന്ന ഒരു ആനുകൂല്യം കൂടി ഈ കാലയളവിൽ പ്രവാസികൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതിന് ഡിസംബർ 31 ഈ കാലാവധി ഇത് അവസാനിക്കുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ പ്രവാസികളടക്കമുള്ളവർ ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്തണമെന്ന് ആർഒപി വീണ്ടും നിർദ്ദേശിക്കുന്നുണ്ട്. ഡിസംബർ 31 ശേഷം, അതായത് ജനുവരി 1 മുതൽ ഒരു അപേക്ഷയും ഇത് സംബന്ധിച്ച് സ്വീകരിക്കുകയില്ല എന്നും ആർഒപി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രവാസികൾ അടക്കമുള്ളവർക്ക് ഇക്കാര്യം മനസ്സിലാകുന്നതിന് വേണ്ടി ഹിന്ദി അടക്കമുള്ള ഭാഷകളിൽ ആർഒപി ഇത് സംബന്ധിച്ച വീഡിയോയും പുറത്തിറക്കിയിട്ടുണ്ട്. എന്ത് തന്നെയായാലും രാജ്യം വിടാൻ, അതായത് അനധികൃതമായി ഒമാനിൽ തങ്ങുന്നവർക്ക് രാജ്യം വിടാനുള്ള അവസരം ഡിസംബർ 31 അവസാനിക്കുകയാണ്. അവർക്ക് പിഴ കൂടാതെ രാജ്യം വിടാനുള്ള അവസരമാണ് ഒമാന്റെ റോയൽ ഒമാൻ പോലീസും തൊഴിൽ മന്ത്രാലയം തുറന്നിട്ടിരിക്കുന്നത്. ഈ അവസരം പരമാവധി മലയാളികൾ അടക്കമുള്ള പ്രവാസികൾ പലരും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ജൂലൈ 31 ഇത് അവസാനിക്കുമ്പോൾ കൂടുതൽ ആളുകൾക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ട് എന്ന അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് ഡിസംബർ 31 വരെ നീട്ടിയത്. പല ആളുകളും തൊഴിൽ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ഇത് നീട്ടിത്തരണമെന്ന് അപേക്ഷിക്കുകയും അവർ തങ്ങളുടെ രേഖകൾ ശരിയാക്കാനുള്ള സമയം എടുക്കുകയും ഡിസംബർ 31 ഇത് നീട്ടുകയായിരുന്നു. നമ്മളുമായി ബന്ധപ്പെട്ട പല മലയാളികളും ഇത് സംബന്ധിച്ച് അവർ രേഖകൾ ശരിയാക്കുകയും മറ്റു ജോലികളിലേക്ക് മാറുകയും പലരും നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇനി അനധികൃതമായി ആരെങ്കിലും ഒമാനിൽ തങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് തങ്ങളുടെ സ്റ്റാറ്റസ് ശരിയാക്കാനും അല്ലെങ്കിൽ പിഴ കൂടാതെ രാജ്യം വിടാനുള്ള അവസരം കൂടിയാണ് ഈ ഒരു ആനുകൂല്യം കൊണ്ട് സാധ്യമാകുന്നത്. ഇതിൽ തന്നെ വിസിറ്റിംഗ് വിസയിലും ടൂറിസ്റ്റ് വിസയിലും വന്നവർ പലരും പല ജോലികൾ ചെയ്ത് ഒമാനിൽ തങ്ങുന്നുണ്ട്. അവർക്കും പിഴ കൂടാതെ രാജ്യം വിടാനുള്ള അവസരം കൂടിയാണ് ഈ ഒരു കാലയളവിനുള്ളിൽ ഒരുക്കിയിരിക്കുന്നത്. ഡിസംബർ 31 മുമ്പ് ഈ ആനുകൂല്യം എല്ലാ പ്രവാസികളും, അനധികൃതമായി രാജ്യത്ത് തങ്ങുന്ന പ്രവാസികൾ ഉപയോഗപ്പെടുത്തണമെന്ന് കൂടിയാണ് ആർഒപി ഓർമ്മിപ്പിക്കുന്നത്. തന്നെയാണ്. ശരി അലി.